സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. നൈജീരിയയിൽ 2 കത്തോലിക്ക സന്യാസിനികളെ തട്ടിക്കൊണ്ടുപോയി. തെക്ക് കിഴക്കൻ നൈജീരിയയിൽ നിന്ന് 2 കത്തോലിക്ക സന്യാസിനികളെ തട്ടിക്കൊണ്ടുപോയി. അനംബ്ര സ്റ്റേറ്റിലുള്ള ഇമ്മാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി മദർ ഓഫ് ക്രൈസ്റ്റ് സിസ്റ്റേഴ്സ് സന്യാസ സമൂഹത്തിലെ അംഗങ്ങളെയാണ് സായുധധാരികൾ തട്ടിക്കൊണ്ടുപോയത്. ജനുവരി 7 ചൊവ്വാഴ്ച വൈകുന്നേരമാണ് സംഭവം. ഉഫുമയിലെ ആർച്ച് ബിഷപ്പ് ചാൾസ് ഹീരി മെമ്മോറിയൽ മോഡൽ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ വിൻസേഷ്യ മരിയ, നെവിയിലെ ഇമ്മാക്കുലേറ്റ് ഗേൾസ് മോഡൽ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സിസ്റ്റർ ഗ്രേസ് മാരിയറ്റ് ഒക്കോലി എന്നിവരെയാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഒക്ബോജിയിലെ വൊക്കേഷണൽ അസോസിയേഷന്റെ മീറ്റിംഗിൽ പങ്കെടുത്ത് മടങ്ങവേ ഉഫുമ റോഡിൽ എത്തിയപ്പോൾ ഇരുവരെയും തട്ടിക്കൊണ്ടുപോകുകയായിരുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കന്യാസ്ത്രീകളെ കണ്ടെത്താനും മോചിപ്പിക്കാനും ഇടപെടൽ ആരംഭിച്ചതായി നൈജീരിയൻ പോലീസ് അറിയിച്ചു. പോലീസ് കമ്മീഷണർ നാനാഗെ ഇറ്റുവും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർക്കൊപ്പം സംഭവസ്ഥലം സന്ദർശിച്ചു. നൈജീരിയയിലെ അനംബ്ര സംസ്ഥാനം തട്ടിക്കൊണ്ടുപോകലുകളുടെയും കൊലപാതകങ്ങളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ശക്തമായി നടപടിയെടുക്കാൻ ഗവർണർ ചിക്കുമ സോലുഡോയോട് ജനം തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ക്രിയാത്മകമായ നടപടി ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. മോഷണം, ആക്രമണങ്ങൾ, മോചനദ്രവ്യത്തിനായി തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം എന്നിവയുമായി നൈജീരിയയിലെ സാധാരണക്കാർ പോരാടുകയാണ്. തട്ടിക്കൊണ്ടുപോകലിനും നരഹത്യയ്ക്കും ഇരയാകുന്നവരിൽ ഭൂരിഭാഗവും ക്രൈസ്തവരാണ്. ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാഷ്ട്രമായ നൈജീരിയ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നതായി ആരോപിക്കപ്പെടുന്ന ഭീകര സംഘടനയായ ബോക്കോ ഹറാം 2009 മുതൽ രാജ്യത്ത് കനത്ത വലിയ വെല്ലുവിളികളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അമേരിക്ക ആസ്ഥാനമായ ഗവേഷണ ഏജൻസിയായ പ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്കുകൾ പ്രകാരം ആഫ്രിക്കയിലെ ഏറ്റവും അധികം ക്രൈസ്തവരുള്ളത് നൈജീരിയയിലാണ്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.